കാഴ്ചപ്പാടിൽ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന പഠേനിക്ക് ഒരു പ്രത്യേക സമർപ്പണ ഭാവമുണ്ട്. പക്ഷെ ഇത് നമ്മൾ വേദികളിൽ കാണുമ്പോൾ ഇത്രയും സമർപ്പണ ഭാവം ഉണ്ടോ എന്നെനിക്ക് സംശയം തോന്നാറുണ്ട്. പലപ്പോഴും വേദികൾ പോലും വിശുദ്ധമായിരിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിന് കാരണം ഇതൊരു സന്ധ്യാസമയത്താണ് ഈ പഠേനിയുടെ കാഴ്ചകളൊക്കെ കാണുവാൻ നമുക്കും ഒരു ഹരം തോന്നുന്നു. ഇനി നമ്മൾ ഈ പഠേനിയുടെ പാട്ടുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കവിയുടെ കവിതകളാണ് അതെല്ലാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ശൈലി, അതിന്റെ രീതി, ഇതിനൊരു പ്രത്യേക ശൈലിയാണ്. അതായത് ആദിമ കാലഘട്ടത്തിന്റെ സവിശേഷമായ ഒരു പ്രത്യേക ശൈലി, നീട്ടിക്കുറുക്കിയുള്ള ശൈലി. അതായത് നമ്മൾ ഒരു കുന്നിൽ നിന്നും പ്രകമ്പനത്തോടെ ഒരു ശബ്ദം ഉച്ചരിക്കുമ്പോൾ അടുത്ത കുന്നിലോ മലയിലോ ചെന്ന ആ പ്രകമ്പനം തിരിച്ച് നമ്മളിലേക്ക് വരുന്ന ഒരു പ്രത്യേക തരംഗ ശബ്ദം. ഈ ശബ്ദവീതി ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തന്നെ അറിയാം.